അതെ സാർ, എല്ലാ മെയിലും ചെക്ക് ചെയ്തു സാർ. സാർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സാർ. യെസ്റ്റർഡേ നൈറ്റിൽ അപ്രോക്സിമേറ്റ് 2 AM സാർ ഓർഡർ അയച്ചിട്ടുണ്ട്. ഇച്ചായ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് സാർ ഇന്നലെ ഉറങ്ങിയത്. ആ ഓക്കെ. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവർ 8 AM മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ സാർ. സാർ 10 മണിക്ക് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അതെ 10 മണിക്ക് സാർ. സാർ 9:30 ഞാൻ അവിടെ എത്തും. അതെ സാർ, 9:30 ഞാൻ അവിടെ എത്തിക്കൊള്ളാം സാർ. താങ്ക് യു സാർ. ഓക്കെ. ആ എന്താ ഇത്ര നേരത്തെ? ബഷീറെ, രാഹുൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ആ ബഷീറിന്റെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ആ പിന്നെ എബി, നിന്റെ ബോസിനോട് ഞാൻ അന്വേഷിച്ചായി പറഞ്ഞു കേട്ടോ. Hi, good morning, Abhi. ഗുഡ് മോർണിംഗ് സാർ. Everything is okay? അതെ സാർ. I will come there within 5 minutes. They are on the way. ഓക്കെ സാർ. Okay, now you do one thing. Go to the conference room. ഓക്കെ സാർ. Abhi, നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണോ? നിങ്ങളുടെ അടുത്ത ഫ്ലാറ്റിലെ ബഷീർ എന്നെ വിളിച്ചിരുന്നു. എന്താ സാർ കാര്യം? പേടിക്കാനൊന്നുമില്ല, വൈഫിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ബദർ ഹോസ്പിറ്റലാ, വേഗം ചെല്ലേ. ബി കൂൾ മാൻ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലേ. ബഷീറെ, എബി എവിടെ? ഇവിടെ ഉണ്ട്. ചില അർജന്റ് കാര്യത്തിന് ഓടിക്കൊണ്ടിരിക്കുക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? ഇല്ല, ഉടനെ തുടങ്ങും. പിന്നെ എംബാൻ ചെയ്യണം, കാർഗോ അയക്കണം, അത്രേ ഉള്ളൂ. എബിയുടെ വൈഫിന് എന്തായാലും സംഭവിച്ചത്? എബി രാവിലെ ജോലിക്ക് പോകുന്ന ഞാൻ കണ്ടതാ. ഏകദേശം 10 മണിയായി കാണും. അതായത് ഞാൻ താഴെ ഗ്രോസറിയിൽ നിൽക്കായിരുന്നു, അപ്പോഴാണ് സംഭവിച്ചത്. താഴെ എബിയുടെ ഭാര്യ സാധനം വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഞാൻ കണ്ടു. ഏതോ ഒരു നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലൂടെ കയറി എബിയുടെ ഭാര്യയെ ഇടിച്ചിട്ടു. ഇടിയുടെ ആഘാതത്തിൽ കൂടുതൽ പരിക്ക് തലക്കായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ 2 പേരും കൂടി ചേർന്ന് പെട്ടെന്നോട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. രക്തം ഒരുപാട് പോയി അബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ ഇവിടെ എത്തുന്ന മുമ്പ് പോയി. എബിക്ക് കാണാൻ പറ്റിയോ? ബോഡി കണ്ടിട്ട് എബി തകർന്നു പോയി. ഇത് എബിയുടെ മൊബൈലാണ്, കാണുമ്പോ ഒന്ന് കൊടുക്കണം. ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. എബി, ബോസ് വന്നായിരുന്നു. അദ്ദേഹത്തിന് എമർജൻസി കോൾ വന്ന് പുറത്തോട്ട് പോയി. ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഈ മൊബൈൽ ഇവിടെ തരാനും പറഞ്ഞു.
ഇച്ചായ ഞാനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാന്? ഒരു കാര്യം